തളരാനില്ല, തളർത്താൻ പറ്റുകയുമില്ലെന്ന് ഗായകൻ സൂരജ് സന്തോഷ് പറയുമ്പോൾ ആ വാക്കുകൾക്ക് പോരാട്ടത്തിന്റെ കരുത്ത്. ഗായിക KS ചിത്രയെ വിമർശിച്ചതിന്റെ പേരിൽ സൂരജിനെതിരെ കടുത്ത സൈബർ അറ്റാക്കാണ് നടക്കുന്നത്. നേരത്തെ സൂരജിനെ നോട്ടമിട്ടിരുന്ന കാവിപ്പട കൂടുതൽ ശക്തമായി വ്യക്തിഹത്യ നടത്തുന്നു. സിംഗിംഗ് കരിയറിൽ ഇനി എന്തൊക്കെ വെല്ലുവിളി നേരിട്ടാലും നിലപാടിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ട് പോകില്ലെന്നാണ് സൂരജ് സന്തോഷ് പറയുന്നത്. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ നാമം ജപിച്ച് വിളക്ക് കൊളുത്തണമെന്ന KS ചിത്രയുടെ ആഹ്വാനത്തെയാണ് സൂരജ് വിമർശിച്ചത്. ഭക്തി ചിത്രയുടെ വ്യക്തിപരമായ കാര്യമാണ്. അതൊരു ആഹ്വാനമാകുമ്പോൾ, ഇത് അവരുടെ രാഷ്ട്രീയ നിലപാടാകുമ്പോൾ ഭരണഘടന അനുസരിച്ച് അതിനെ വിമർശിക്കാനുള്ള അവകാശമാണ് താൻ ഉപയോഗിച്ചതെന്നാണ് സൂരജ് വ്യക്തമാക്കുന്നത്. ഇതിന് പിന്നാലെയാണ് സൂരജിനെതിരെ സൈബർ ആക്രമണം ഉയർന്നത്. കഴിഞ്ഞ 2 ദിവസമായി താൻ നിരന്തരം സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നുവെന്നും അത് എല്ലാ പരിധികളും കടന്ന് കൂടുതൽ ദുഷിച്ചതും അധിക്ഷേപകരവുമായി മാറിയിരിക്കുന്നുവെന്നും സൂരജ് ഫേസ്ബുക്കിൽ കുറിച്ചു. സൈബർ ആക്രമണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടിയെടുക്കാനുള്ള നീക്കത്തിലാണ് സൂരജ്. താൻ ഒരു PFI ചാരനാണെന്നും ജനം TVയിൽ നിന്ന് അഡ്വാൻസ് വാങ്ങി പരിപാടി ക്യാൻസൽ ചെയ്തെന്നുമൊക്കെ വ്യാജ വാർത്തകൾ വരുന്നുണ്ട്. എന്നാൽ താൻ ജനം TVയുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല, ഇനി അങ്ങോട്ട് പങ്കെടുക്കുകയുമില്ലെന്ന് സൂരജ് അടിവരയിടുന്നു. KS ചിത്ര എന്ന ഗായികയോ അവരുടെ സംഗീതത്തെയോ അല്ല സൂരജ് വിമർശിച്ചതെന്നാണ് സൂരജിന്റെ വാദം. തന്റേതായ നിലപാടുകൾ വ്യക്തമാക്കാൻ KS ചിത്രയ്ക്ക് അവകാശമുള്ളതുപോലെ ആ അവകാശത്തെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം സൂരജിനുണ്ട്. ഇതോടെ മതേതരവാദികളൊക്കെ സൂരജിനൊപ്പം ചേർന്നിരിക്കുകയാണ്. സംഘപരിവാറിനെതിരായ യുവ ശബ്ദമാണ് സൂരജിന്റേതെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. അയോധ്യ എന്ന് കേൾക്കുമ്പോൾ ബാബറി മസ്ജിദ് എന്ന് ഓർമ്മ വരുന്നവർക്ക് മുന്നിൽ സൂരജ് ഒരു നിലപാടായി നിൽക്കുകയാണ്. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ നൽകുന്ന ശക്തമായ പിന്തുണയാണ് തനിക്ക് പ്രതീക്ഷയും ധൈര്യവും നൽകുന്നതെന്ന് സൂരജ് പറയുന്നു. നീതിക്ക് വേണ്ടി നിലകൊണ്ട ഓരോരുത്തർക്കും സൂരജ് നന്ദി അറിയിച്ചു. തളർത്താൻ നോക്കേണ്ടെന്നും അതിന് ശ്രമിച്ചാൽ തളരാൻ തയ്യാറല്ലെന്നും സൂരജ് ആവർത്തിച്ചു. BJP നേതാവ് സന്ദീപ് വാര്യരും കഴിഞ്ഞ ദിവസം സൂരജിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു.